കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 8ാം ദിനത്തിൽ സംസ്കാര കലാക്ഷേത്രം പാരിപ്പള്ളിയുടെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്കാരയുടെ അംഗം കൂടിയായ വിലാസിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രസേനൻ കളത്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ഞാൻ അച്ഛനമ്മമാരോട് സംവദിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ കലാക്ഷേത്രത്തിലെ കുട്ടികളോട് സംവദിക്കുന്നതിനാണ് എനിക്കിഷ്ടം. കാരണം ഇന്ന് നമ്മുടെ കലാക്ഷേത്രത്തിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കുട്ടികളും ഈ അച്ഛനമ്മമാരുമായിട്ടൊന്ന് സംസാരിച്ച് അവരുടെ ജീവിതവും അവരുടെ ഇന്നത്തെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വളരെയധികം ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കലാക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും, എല്ലാ കുട്ടികളും ഈ അച്ഛനമ്മമാരുമായി ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തി സംസാരിക്കണം. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ അച്ഛനമ്മമാർ ആരും അനാഥരല്ല, അവരെല്ലാം സനാഥർ തന്നെയാണ്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ അവർ അനാഥരാക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ ബന്ധുക്കളെയോ എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയെയോ ഇങ്ങനെ ഒരു സനാഥനായ അവരെ ഒരു അനാഥരാക്കി ഞാൻ മാറ്റില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് തന്നെ അതൊരു വലിയ മാറ്റത്തിന് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളെ ഇന്നിവിടെ കൊണ്ടുവരണം എന്ന് ഞാൻ ആലോചിച്ചതും തീരുമാനിച്ചതും കലാക്ഷേത്രം അങ്ങനെ ഒരു തീരുമാനമെടുത്തതും അതുകൊണ്ടുകൂടിയാണ്. ഈ അമ്മമാർക്ക് അല്പനേരം സന്തോഷം നൽകുവാൻ കഴിയുന്ന കുറച്ച് ചെറിയ ചെറിയ കലാപരിപാടികളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്നാൽ റുവൽ സിംഗിൻ്റെ കുടുംബവുമാണ് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഈ മതേതര വയോജന കേന്ദ്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായവും അവരർഹിക്കുന്നുണ്ട്. പക്ഷേ അവരർഹിക്കുന്ന സഹായം നൽകാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരം. ഇന്നും ഞങ്ങളിങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഈ വയോജന കേന്ദ്രത്തിൽ എത്തുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ രക്ഷകർത്താക്കളുമായി ഒന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് പ്രവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാർക്കും ഒരു ചെറിയ ഓണസമ്മാനവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ സമ്മാനം കൊടുത്തുകൊണ്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. ഇനി വേറെ പ്രഭാഷണങ്ങളൊന്നുമില്ല. നമ്മൾ ഭദ്രദീപ പ്രകാശനമുണ്ട്. ഭദ്രദീപ പ്രകാശനം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വസ്ത്രങ്ങൾ റുവൽ സിംഗിനെ ഏൽപ്പിക്കും. ഈ അച്ഛനമ്മമാർക്കുള്ള വസ്ത്രങ്ങൾ നമ്മൾ റുവൽ സിംഗിനെ ഏൽപ്പിക്കും. തുടർന്ന് നമ്മളെ കുട്ടികൾ ഈ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള പരിപാടികൾ അവതരിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് റുവൽ സിംഗ് നമുക്ക് വേണ്ടിയിട്ട് ഉച്ചഭക്ഷണം പോലും ഇവിടെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഉച്ചഭക്ഷണവും കഴിച്ച് അമ്മമാരോടൊപ്പം സന്തോഷവും പങ്കിട്ട് അമ്മമാരുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ ജീവിതത്തിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ അച്ഛനും അമ്മമാരും എങ്ങനെയാണോ ഇവിടെ എത്തിച്ചേർന്നത് അത്തരമൊരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കില്ല എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി ഇവിടെ നിന്ന് നമുക്ക് പോകാൻ കഴിയണം. അത് ഇവിടെ ഇരിക്കുന്ന രക്ഷകർത്താക്കളായാലും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളായാലും നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം സ്വാഗതം ആശംസിച്ചു. ഓണാഘോഷം 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഇന്നിവിടെ 8ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഒട്ടനവധി പരിപാടികൾ ഈ വേദികളിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സംഘടനകളും
ഒരുപാട് വിശിഷ്ട വ്യക്തികളും ഈ കൂട്ടുകുടുംബത്തിലേക്ക് വരാനുണ്ട്. സാംസ്കാരിക കേന്ദ്രത്തിൽ തന്നെ പാരിപ്പള്ളിയുടെ എക്കാലത്തെയും പ്രവർത്തന മികവിൽ സംസ്കാരം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ വലിയൊരു പൊൻതൂവലാണ് സംസ്കാരിയുടെ കലാക്ഷേത്രം. നൂറിൽ പുറത്ത് കുട്ടികളെ പങ്കെടുപ്പിക്കുവാനും ഒട്ടനവധി കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും സംസ്കാരം നടത്തുന്ന പ്രവർത്തനങ്ങൾ പാരിപ്പള്ളിക്ക് മാത്രമല്ല പല മേഖലയിലും അത് പ്രയോജനം ചെയ്യുന്നുണ്ട്. സംസ്കാരയുടെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെയും അംഗങ്ങളാണ്. വിശിഷ്ട പ്രസേനൻ സാറും അജിത് കുമാർ സാറും ഈ കൂട്ടുകുടുംബത്തിലെ ഒരംഗങ്ങളാണ്. മറ്റ് സംസ്കാരയുടെ പ്രവർത്തകരും ഈ കുടുംബത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പല കാര്യങ്ങളിലും സജീവമായി നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇന്നും സജീവമായി രംഗത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ പല മത്സരങ്ങളും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. തിരുവാതിരയും കൈകൊട്ടികൾ മത്സരവും ഇനിയിപ്പോൾ നാളെ നാടൻ പാട്ട് മത്സരം സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന ആളുകൾ മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാറ്. എന്നാൽ നമ്മുടെ കൂട്ടുകുടുംബത്തിലെ അച്ഛനെ അമ്മയെയും സന്തോഷിപ്പിക്കുവാൻ എങ്ങനെയെല്ലാം കഴിയുമോ അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. നിങ്ങളും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ സന്തോഷങ്ങൾ ഇവർക്ക് കൊടുക്കുവാൻ കഴിയും, അതിനുവേണ്ടിയാണ് നിങ്ങളെ ഞങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. 65ാമത്തെ സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് ഈ സമുദ്രത്തിൽ എത്തിയിരിക്കുന്നത്. അതാണ് ഞങ്ങളെ വയോജന കേന്ദ്രത്തിൻ്റെയും പ്രത്യേകത. മാക്സിമം ഞങ്ങൾ കുട്ടികളെയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇവരെ കാണിക്കുകയും അതോടൊപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയി അവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കണം. അവർ എവിടെ നിന്ന് വന്നു, അവരുടെ വീട് എവിടെയാണ്, ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് കുട്ടികൾ മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്ന മുതിർന്നവർ ഉൾപ്പെടെ ചോദിച്ച് മനസ്സിലാക്കണം. എങ്കിലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്തുവാൻ കഴിയുള്ളൂ. ഞങ്ങൾ ഈ വയോജന കേന്ദ്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഈ വയോജന കേന്ദ്രങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മാക്സിമം കുട്ടികളെ, സ്കൂളിലെ കുട്ടികളെ ഞങ്ങൾ കാണിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് 7 സ്കൂളിലെ കുട്ടികൾ ഇവിടെ എത്തിയുണ്ടായി. അവരെല്ലാം പോകുന്ന സമയത്ത് ചിരിച്ചു വന്ന മുഖങ്ങളുമായിട്ടല്ല തിരിച്ചേ പോയത്. കുട്ടികൾ നിറകണ്ണുകളുമായി കരഞ്ഞിട്ടാണ് ഇതിൻ്റെ വെളിയിലേക്ക് പോയത്. 1-2 കുട്ടികൾ പറഞ്ഞിട്ട് മൈക്കിലൂടെ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളിലും കൊണ്ട് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോയത് പോലും. ചിരിയും കളിയുമായി നിങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടിയും സന്തോഷത്തോടെ അവർ സ്വീകരിക്കുമ്പോൾ അവരുടെ ഉള്ളിലും ചെറിയൊരു വിഷമങ്ങളുണ്ടാവാം. അതിനെയെല്ലാം അവർ മനസ്സിലൊതുക്കിയാണ് പരിപാടികൾ ആസ്വദിക്കുന്നതും സന്തോഷിക്കുന്നതും. അജിത് കുമാർ, സംസ്കാരയുടെ പ്രവർത്തകരായ ശ്യാംകുമാർ, രേഷ്മ ടീച്ചർ, ശ്രീജ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സമുദ്രതീരം വയോജന കേന്ദ്രം ചെയർമാൻ റൂൽ സിംഗ് പറഞ്ഞൊരു വാക്ക്, ഇവിടെ വരുന്ന അച്ഛനമ്മമാരെ തിരികെ വീട്ടിലേൽപ്പിക്കുക, ഇങ്ങനെയുള്ള വയോജന കേന്ദ്രം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു കാഴ്ചപ്പാട്. പ്രവർത്തനവും അതാണ്. നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ ഒരു കച്ചവടമാക്കി മാറ്റുന്നൊരു മേഖലയായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ വരുന്നവരെല്ലാം പൈസ വാങ്ങിക്കൊണ്ടാണ് അവിടെ നടത്തുന്നതും
അവരവിടെ കിടത്തുന്നത്. അതൊരു ബിസിനസ് രീതിയിലാണ് അവിടെ പോകുന്നത്. അപ്പം നമ്മളവിടെ നാട്ടിലുള്ളവരൊന്നും അവിടെ കൂടുതലങ്ങനെ സഹകരിക്കാറില്ല. എന്തെങ്കിലും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂൾസിങ്ങിനെയാണ് സമീപിക്കാറുള്ളതും നമ്പർ കൊടുക്കാറുള്ളതും വിളിക്കാറുള്ളതും. അപ്പോൾ അവരുടെ കുടുംബം അവരുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്നാണ്. അത് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ ബാധ്യതയോടുകൂടി അദ്ദേഹം ഇങ്ങനെ ഒരു വയോജന കേന്ദ്രം നടത്തുന്നു. നേരത്തെ പ്രസേന സാറ് പറഞ്ഞ പോലെ ഇവിടെ വന്ന കുട്ടികളും രക്ഷകർത്താക്കളുമൊക്കെ ഇവരുടെ രീതികൾ എങ്ങനെയാണെന്നുള്ളതുകൂടെ പഠിക്കണം. നമുക്ക് ഇതേണക്കുള്ള വിശേഷ ദിവസങ്ങളിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിവിടെ ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് വയോജന കേന്ദ്രത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അതുപോലെ സംസ്കാരയുടെ കലാക്ഷേത്രത്തിലെ എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. സംസ്കാര കലാക്ഷേത്രം പാരിപ്പള്ളി അച്ഛനമ്മമാർക്കായി കൊണ്ടുവന്ന വസ്ത്രങ്ങൾ അച്ഛനമ്മമാർ ഏറ്റുവാങ്ങി. തുടർന്ന് വിവിധ പരിപാടികളായ നൃത്തം, സിനിമാറ്റിക് ഡാൻസ്, പാട്ടുകൾ തുടങ്ങിയവ അരങ്ങേറി. പ്രാണനാഥനായി നീ ചാരത്തെത്തുമ്പോൾ നാം ആടിപ്പാടും പാട്ടിൻ വീണം കാറ്റും മൂളുന്നു. ഹേ ദേവസുന്ദര അന്നേതോ കാലത്തെ ഈ നെഞ്ചിനുള്ളിൽ ആരാധിക്കും പൂജാബിംബമേ. அழகு தெய்வமாக வந்து
பழனிமலை மீதில் நிற்போம் அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம் ஆதிசக்தி அன்னை தந்தபாலன் அசுரர் தம்மை வென்ற வடிவேலன் அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம் ஆதிசக்தி அன்னை தந்தபாலன் அசுரர் தம்மை வென்ற வடிவேலன் அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம் ஆதிசக்தி அன்னை தந்தபாலன் அசுரர் தம்மை வென்ற வடிவேலன் அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம் ஆதிசக்தி அன்னை தந்தபாலன் அவன் அசுரர் தம்மை வென்ற வடிவேலன் நல்ல அமுதமென்னுமோ தமிழில் பாடிடும் அன்பர் வாழவே கருணை செய்குகன் அமுதமென்னுமோ தமிழில் பாடிடும் அன்பர் வாழவே கருணை செய்குவன் அரணுகந்த குருவாம் உயர் சீலல் என்றும் அருள் சுரந்தே காக்கும் அனுகூலன் கூடி நிலவுகள் கூடி பெண்மையானதோ வந்த புன்னக செய்ய இருபது கோடி நிலவுகள் கூடி பெண்மையானதோ வந்த புன்னக செய்ய பொழுகின்ற தங்கங்கள் கண்ணங்களாகாதோ நெளிகின்ற வில்லங்கள் குருவங்களாகாதோ நூறு கோடி பெண்கள் ஒன்று ஒன்றாய் ஆறுமே ஆனால் கண்ணி ஒன்று கண்டு கண்கள் மட்டும் காணுமே இருபது கோடி நிலவுகள் கூடி பெண்மையானதோ எதிரே வந்து புன்னக செய்ய பரக்கன பூவே 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 கலராமட்டே சிரி 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 சிரிக்கன சுண்டே 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 பவராவட்டே முல்லை 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 முடி மேல மண்ண பரத்தனம் மலையாள கரையில் கண்ணம் இளம்பானா இள நிறக்கணும் மருகிவா மினிவா ஏது மூடு அத்த மூடு ஏது மூடு புக்கள மூடு ஏது மூடு முண்டு மூடு ஏது மூடு சாரி மூடு ஏது மூடு சத்திய மூடு ஏது மூடு ஆயுச மூடு ஏது மூடு பப்பட மூடு ஏது மூடு ஒன மூடு ஏது மூடு அத்த மூடு ஏது மூடு புக்கள மூடு ஏது மூடு முண்டு மூடு ஏது மூடு சாரி மூடு ஏது மூடு சத்திய மூடு ஏது மூடு ஆயுச மூடு ஏது மூடு பப்பட மூடு ஏது மூடு ஒளி மூடு വെള്ളപ്പെട്ട് തൊക്കയ്ക്ക് മേടിച്ച നക്കില്ലകിൽ പെരി മടിച്ച കള്ളത്തിൽ പൂക്കള നിറച്ച 10 നാൾ തകിട്ട മറിക്കാൻ ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം ഒക്കെ മലബാറും വള്ളപ്പൊടിയിൽ കൊല്ലം മലപ്പുഴ പത്തനംതിട്ടയും കട്ടിക്കുരുങ്ങി കുട്ടപ്പൊലിപ്പിൽ കൊട്ടയം പട്ടണം താരക്കോളുത്തുള്ളൊരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ
തുമ്പപ്പൂവല്ലം തരുവാൻ മാലയക്കാറ്റേ നീ കൂടെ വരുമോ ഊഞ്ഞാലിട്ടാടിയിടും ഇളവയിൽ ചിരിയുമാ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ ഓണത്തുമ്പി ചിറകാട്ടിത്തുള്ളി ഈ മാവേലി നാടിന്റെ ഉള്ളം നിറയെ ഓണപ്പൂവിളി പൊങ്ങുന്നെങ്ങും ഓരോ കഥ ചൊല്ലി പോകും വഴിയേ അച്ഛനമ്മമാരോടൊപ്പം ഭക്ഷണവും കഴിച്ചാണ് അവർ സമുദ്രതീരത്തു നിന്നും മടങ്ങിയത്.